മന്ത്രി ബാബുവിനെതിരെ കെ എം മാണി. ബാബുവിനെ കോഴ നൽകിയെന്ന് ബിജു രമേശ് പറഞ്ഞിട്ടുണ്ടെന്ന് മാണി. തനിക്ക് പണം തന്നു എന്നത് കേട്ടുകേൾവി മാത്രമാണ്. ബാബുവിനോടുള്ള സമീപനം അവരോട് ചോദിക്കണമെന്നും മാണി പറഞ്ഞു. ദേശീയ മാധ്യമങ്ങളോടാണ് മാണി ഇങ്ങനെ പ്രതികരിച്ചത്. That means the allegation against me was hearsay. He had no direct contact. He did not give money. But in this case, he says that he has directly given the money. I cannot make any comment about that. But you go and ask them, what is it? Do you think that justice was served to you from UDF? Justice? Yes, what justice from the UDF? Have they stood by you the way you wanted them or the way you thought they would support you? I don't judge. This is not the time for judging the behavior or conduct of the other parties or my party, or other parties also. I have got justice, secured justice from my party. Will you approach the Supreme Court or any other higher authorities to remove these kinds of scriptures from the High Court, whatever has been said? No. So far, no. ബാർ കേസിൽ തനിക്കെതിരെ ഗൂഢാലോചനയുണ്ടെന്ന് ആവർത്തിച്ച് കെ എം മാണി. അതിന് പിന്നിൽ ആരാണെന്ന് അറിയാമെങ്കിലും മാന്യത കൊണ്ട് പറയുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF തോൽവിയുടെ പാപഭാരം തന്റെ തലയിൽ കെട്ടിവെച്ചുവെന്നും മാണി പരിഭവിച്ചു. മാധ്യമങ്ങളെ കണ്ട കെ എം മാണി തന്നെ പുറകിൽ നിന്ന് കുത്തിയവർക്കെതിരെ മുള്ളും മുനയും വെച്ച ഭാഷയിലാണ് സംസാരിച്ചത്. ആരോടും പ്രതിഷേധമില്ല, എന്നാൽ തൻ്റെ ചോരയ്ക്ക് വേണ്ടി പലരും ദാഹിച്ചു. അതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികം മാത്രമാണ്. താൻ എവിടേക്കും ഓടിപ്പോകാൻ പോകുന്നില്ലെന്നും മാണി മുന്നറിയിപ്പ് നൽകി. എനിക്കിപ്പോൾ എൻ്റെ രക്തത്തിന് വേണ്ടി പലരും ദാഹിച്ചിട്ടുണ്ട്, എന്നെ വേട്ടയാടിയിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ അങ്ങനെ കിടക്കും. എനിക്കതിൽ വലിയ പരിഭവമോ ആരോടെങ്കിലും പ്രതിഷേധമോ ഇല്ല. ഞാനെല്ലാം ഇതൊക്കെ ജീവിതത്തിൽ കേട്ടും കണ്ടും ക്ഷമിച്ചും സഹിച്ചുമൊക്കെ പോവുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ UDFന്റെ തോൽവി തന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതിനെതിരെയും രോക്ഷം മാണിയുടെ വാക്കുകളിൽ കാണാമായിരുന്നു. UDFന് ആഗ്രഹിച്ച വിജയം നേടാൻ കഴിയാത്തതിൻ്റെ കാരണം പോലും പാപഭാരം പോലും എൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും പേരിൽ ആരോപിച്ച ചില കേന്ദ്രങ്ങളുണ്ട്. കെ ബാബുവിനും കെ എം മാണിക്കും UDFൽ ഇരട്ട നീതിയാണോ എന്ന ചോദ്യത്തിന് പ്രതികരണം ഇങ്ങനെ: മന്ത്രി എന്നുള്ള നിലയിൽ രാജിവെച്ചു പോകുമ്പോൾ ഞാൻ ഉൾപ്പെട്ടിരുന്നൊരു മന്ത്രിസഭയെ താറടിക്കാനോ അതിനെ എൻ്റെ സഹപ്രവർത്തകരായ മന്ത്രിമാരെ കുറ്റപ്പെടുത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെയല്ല പറയാനുള്ളൂ. യു ക്യാൻ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. കുറേയൊക്കെ നിങ്ങൾക്ക് വിടുക, ഞാൻ അതൊക്കെ നിങ്ങൾ അത് കാണും. പക്ഷെ എനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു ചിന്ത. നീതി ലഭിച്ചിട്ടില്ല, അതെവിടെ നിന്നാ? നീതി കിട്ടേണ്ട സ്ഥാനങ്ങളിൽ നിന്നും എനിക്ക് നീതി കിട്ടിയിട്ടില്ല. അത് എവിടെ നിന്നും ആകാം. കൂടെ രാജിവെക്കാത്ത PJ ജോസഫിനും കിട്ടി ഒരു കുത്ത്. തൻ്റെ കൂടെ ആരും രാജിവെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഉണ്ണിയാടൻ രാജിവെച്ചത് തന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. താനൊഴിഞ്ഞ വകുപ്പുകൾ ആർക്ക് നൽകണമെന്ന് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. പാലയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താൻ വീണ്ടും മത്സരിക്കുമെന്ന സൂചനയും മാണി നൽകി. കെ എം മാണി തന്നെ അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന സൂചന മാണിയെ സന്ദർശിച്ച ശേഷം കുഞ്ഞാലിക്കുട്ടിയും നൽകി. പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്നും തങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്നും മാണിയെ സന്ദർശിച്ച ശേഷം PJ ജോസഫും മാധ്യമങ്ങളോട് വ്യക്തമാക്കി. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. വാർത്താസമ്മേളനത്തിൽ അപ്രിയ സത്യങ്ങൾ പറയുന്നതിൽ നിന്നും മാണിയെ തന്ത്രപൂർവ്വം വിലക്കാൻ ശ്രമം. KSFE ചെയർമാൻ PT ജോസും ഇടുക്കി MLA റോഷി അഗസ്റ്റിനും മാണിയെ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താൻ അനുവദിക്കാതെ തടഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കെയാണ് ഇടുക്കി MLA റോഷി അഗസ്റ്റിനും കേരള കോൺഗ്രസ് നേതാവ് PT ജോസും മാണിയെ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താൻ അനുവദിക്കാതെ തടഞ്ഞത്. അക്ഷോഭ്യനായിട്ടാണ് പത്രസമ്മേളനത്തെ മാണി അഭിമുഖീകരിച്ചതെങ്കിലും കെ ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്യാത്തതെന്തെന്ന ചോദ്യം വന്നപ്പോൾ മാണി എന്തോ പറയാൻ ശ്രമിച്ചു. മാണി പലതും വിളിച്ചു പറഞ്ഞേക്കുമോ എന്ന സന്ദേഹം ചുറ്റും കൂടി നിന്നവർക്കുണ്ടായി. ഈ സമയം മാണിയുടെ അടുത്തെത്തിയ PT ജോസ് കാതിലെന്തോ മന്ത്രിച്ചു. അതെന്താ വേണം?
പാർട്ടി ചെയർമാന്റെ അഭിപ്രായമാണ്. ഓക്കെ. അല്ല, ഇത് കേൾക്കുന്നവർ തന്നെ പറയുന്നു ഒരുപാട് നീണ്ടുപോകുന്നു. UDF-ൽ നിന്ന് നീതി കിട്ടിയോ എന്നതടക്കമുള്ള ചോദ്യശരങ്ങൾ ഉയർന്നപ്പോൾ മാണി സമ്മർദ്ദത്തിലായി. അപ്പോൾ അടുത്തെത്തിയ റോഷി അഗസ്റ്റിൻ MLA മാണിയുടെ തോളിൽ തട്ടി വാർത്താ സമ്മേളനം ചുരുക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് കാണാമായിരുന്നു. അത് നിങ്ങളുടെ അന്വേഷണം നടക്കട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. പലതും വിളിച്ചു പറഞ്ഞേക്കുമോ എന്ന അഭ്യൂഹത്തിനിടയിലാണ് മാണി പത്രസമ്മേളനം വിളിച്ചത്. എന്നാൽ മാണിയെ റോഷിയും PT ജോസും ചേർന്ന് തടയാൻ ശ്രമിച്ചത് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണെന്ന അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മാണിക്ക് ശേഷം മന്ത്രി K ബാബുവിനെ ലക്ഷ്യമിട്ട് ബിജു രമേശ്. സെക്രട്ടേറിയറ്റിലെ ബാബുവിന്റെ ചേംബറിൽ വെച്ച് 2 തവണയായി 50 ലക്ഷം കൈമാറിയെന്ന് ബിജു രമേശ്. ബാബുവിനെതിരെ ഈ ആഴ്ച തന്നെ കേസ് ഫയൽ ചെയ്യുമെന്നും ബിജു രമേശ് വ്യക്തമാക്കി. എന്നാൽ ബാർക്കോടിയിൽ തനിക്കൊരു ഭയവുമില്ലെന്ന് K ബാബു പ്രതികരിച്ചു. മാനനഷ്ട കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബിജു രമേശ് സമീപിച്ചുവെന്നും കേസ് പിൻവലിച്ചില്ലെങ്കിൽ വാ തുറക്കുമെന്ന് ബിജു ഭീഷണിപ്പെടുത്തിയെന്നും ബാബു ആരോപിച്ചു. ബാർക്കോഴ കേസിൽ KM മാണി അടിപതറി വീണ് ഒരു രാത്രി കഴിഞ്ഞ് പുലരുമ്പോൾ അടുത്ത ലക്ഷ്യവുമായി ബിജു രമേശ് മന്ത്രി K ബാബുവിനെതിരെ ഒരുങ്ങിക്കഴിഞ്ഞു. 50 ലക്ഷം രൂപ K ബാബുവിന് നേരിട്ട് നൽകിയതിന്റെ തെളിവുമായി ഈ ആഴ്ച തന്നെ കേസ് ഫയൽ ചെയ്യുമെന്ന് ബിജു പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടെ മാണിയെ തറപറ്റിച്ച അതേ രാഷ്ട്രീയ വിധിയുടെ ആയുധങ്ങളെല്ലാം മുനയോടെയും മൂർച്ചയോടെയും ബാബുവിനെയും പിന്തുടരുകയാണ്. 50 ലക്ഷം രൂപ സെക്രട്ടേറിയറ്റിൽ ബാബുവിന്റെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തത് ഞാനും എന്റെ ഓഫീസിലെ ജനറൽ മാനേജറും പിന്നെ ചേംബറിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന മുഹമ്മദ് റസീഫും ഞങ്ങൾ 3 പേരും കൂടിയാണ് പോയതും ബാബുവിനെ കയറി കണ്ട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അടുത്ത മുറിയിലുണ്ട്, അദ്ദേഹം സുരേഷ് ഭായ് അദ്ദേഹത്തെ കൊണ്ട് ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ താഴെ വന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതേ സുരേഷ് ഭായ് തന്നെ ഞങ്ങൾ കൊടുത്ത ബാഗ് കൊണ്ടുവന്ന് ബാബുവിന്റെ കാറിൽ കൊണ്ടുവന്ന് വെക്കുന്നത് ഞങ്ങൾ അന്ന് കണ്ടുകൊണ്ട് താഴെ നിൽക്കുക. ബിജു രമേശിന്റെ ഈ പടയൊരുക്കത്തെ നേരിടാൻ ഒരു മാനനഷ്ട കേസും അത് പിൻവലിക്കാൻ ദൂതനെ അയച്ചുവെന്ന മറ്റൊരു ദുർബലമായ ആരോപണവുമായാണ് ബാബു നേരിടുന്നത്. കഴിഞ്ഞ ഒരു 3 മാസത്തോളമായിട്ട് ബിജു രമേശിന്റെ പേരിൽ ഞാൻ കൊടുത്ത കേസുകൾ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ബിജു രമേശ് എൻ്റെ ചില സുഹൃത്തുക്കൾ വഴി എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഈ മാണിസാറിൻ്റെ കേസിൻ്റെ വിധി വന്ന ദിവസം ഏറ്റവും ഒടുവിൽ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് അയാൾ പറഞ്ഞു 7 മണിക്കുള്ളിൽ എനിക്ക് മറുപടി കിട്ടണം, കേസ് പിൻവലിക്കണം, അതല്ലെങ്കിൽ ഞാൻ വാ തുറക്കും എന്ന് പറഞ്ഞു. മാണിക്ക് പിന്നാലെ K ബാബുവിനെ കൊടുക്കുന്ന കോഴ ആരോപണങ്ങളും കേസും മുഖ്യമന്ത്രി പതിവ് ഭാഷയിൽ എന്നാൽ ഇങ്ങനെ എഴുതിത്തള്ളുന്നു. ഇത്രയും നാൾ എന്ത് ചെയ്യായിരുന്നു? 1 കൊല്ലമായിട്ട് ഇത് ചർച്ച ചെയ്യല്ലോ, 1 കൊല്ലമായിട്ട് ചർച്ച ചെയ്യല്ലോ. അപ്പൊ ഇതിന്റെ പുറകിൽ മറ്റെന്തോ രഹസ്യം ഉണ്ടെന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. ന്യൂസ് ഡെസ്ക്. ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ബാർ കേസിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട എല്ലാ മന്ത്രിമാർക്കെതിരെയും അന്വേഷണം വേണമെന്ന് കോടിയേരി. അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. മന്ത്രി K ബാബുവിനെതിരെ കോടതിയിൽ പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. മാണിക്കൊപ്പം കൈക്കൂലി വാങ്ങിയ ആളാണ് ബാബുവെന്നും VS ആരോപിച്ചു. ബാർക്കോഴയിൽ കേസ് അന്വേഷണം ഫലപ്രദമായി നടന്നാൽ മുഖ്യമന്ത്രിയും പ്രതിയാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ ബാബുവിനെതിരായിട്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണം നിയമാനുസൃതമായി അന്വേഷിക്കുകയും അതിൽ വസ്തുത കണ്ടെത്തി നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും വേണം. ഉപ്പ് തിന്നവരാരാണോ അവരൊക്കെ വെള്ളം കുടിക്കണം. അതിന് സഹായകമായ ഒരു അന്വേഷണമായി ഇത് മാറ്റണം. അത് നടക്കണമെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷിക്കണം. മന്ത്രി KM മാണി അഗ്നിശുദ്ധി വരുത്തി തിരികെ വരുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ബാർക്കോഴ കേസിൽ അന്വേഷണം ഫലപ്രദമാകില്ല എന്നതിന് തെളിവാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. അതേസമയം ബാർക്കോഴ കേസിൽ മന്ത്രി K ബാബുവിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട കോടതിയെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ വ്യക്തമാക്കി. ബാബുവിൻ്റെ ബാർക്കോഴ കേസിൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി FIR ഇടാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർക്ക് ഞാൻ ഇന്ന് കത്ത് നൽകിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കാലവിളംബമുണ്ടായാൽ ബാബുവിനെതിരെയുള്ള കോഴക്കേസിൽ കോടതിയെ സമീപിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സരിത, സലിംരാജ്, ബാർക്കോഴ എന്നിവയിലൊക്കെ പ്രതിയാകാൻ തെളിവുകളുള്ള മുഖ്യമന്ത്രി രാജിവെച്ചേ മതിയാകും. രാജിവെച്ച പാലയിലേക്ക് മടങ്ങുന്ന KM മാണിക്ക് പൗരസ്വീകരണം നൽകുന്നതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് VSന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു.
നാണം കെട്ടവനും ആരും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ സ്വീകരണം കൊടുത്തു എന്ന് വരാം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കെ ബാബുവിനെതിരെ മാണി വിഭാഗം ബിജു രമേശിന്റെ ആരോപണത്തിൽ തുടരന്വേഷണം നടത്തണം. ബാർ ഉടമകളുടെ പിരിവിനെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തണമെന്നും മാണിക്കും ബാബുവിനും രണ്ട് നീതിയെന്നും ആരോപണം. സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം KJ ദേവസിയാണ് ആവശ്യമുന്നയിച്ചത്. ചെന്നിത്തലയ്ക്കും ശിവകുമാറിനുമെതിരെയുള്ള ആരോപണങ്ങളും അന്വേഷിക്കണമെന്നും KJ ദേവസ്യ ആവശ്യപ്പെട്ടു. KM മാണിയുടെ രാജിക്ക് ശേഷം ഒന്നാം നിര നേതാക്കൾ തെളിച്ചു പറയാതെ മനസ്സിൽ വെക്കുന്ന കാര്യങ്ങളാണ് രണ്ടാം നിര നേതാക്കൾ തുറന്നടിക്കുന്നത്. കെ ബാബുവിനെതിരെ ശക്തമായ ആരോപണം ഉയർന്നിട്ടും കേസ് എഴുതിത്തള്ളിയ സാഹചര്യം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം KJ ദേവസ്യ ചൂണ്ടിക്കാട്ടുന്നു. നേരെ മറിച്ച് ബിജു രമേശ് പറയുന്നു, ഞാൻ നേരിട്ട് ചെന്ന് കേരളത്തിൻ്റെ എക്സൈസ് മന്ത്രിക്ക് ഇത്ര ലക്ഷം രൂപ ഇന്ന ആവശ്യത്തിന് വേണ്ടി കൈക്കൂലിയായി കൊടുത്തു എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. KM മാണിക്ക് എതിരായിട്ട് ഒരാരോപണം ഉണ്ടായപ്പോൾ ഉടനെ ത്വരിത പരിശോധന നടത്തുന്നു, അനാവശ്യമായ തിടുക്കം കാണിക്കുന്നു, ലളിതകുമാരി കേസ് പലവട്ടം പറയുന്നു. അതിൻ്റെ എല്ലാം പേരിൽ KM മാണിയെ എങ്ങനെ ക്രൂശിക്കാമെന്നുള്ളതിൻ്റെ ഗവേഷണമാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. ബാർ ഉടമകളുടെ മുഴുവൻ ആരോപണത്തിലും വിശദ അന്വേഷണം വേണം. ബാർ അസോസിയേഷൻ്റെ ആളുകൾ പറയുന്നത് 15 കോടിയുണ്ട്, 20 കോടിയുണ്ട് പിരിച്ചു, അവർക്ക് ആർക്കൊക്കെയോ കൊടുത്തു. അങ്ങനെയാണ് എങ്കിൽ ഇവർ പിരിച്ച മൊത്തം തുകയുടെയും കണക്ക് പരിശോധനാ വിധേയമാക്കേണ്ടതല്ലേ? അവർ കൊടുത്തു എന്ന് പറയുന്നു, ആർക്കൊക്കെയാണ് കൊടുത്തത്? ബാർ കേസിൽ തുടർ നിയമ നടപടികളുടെ സാഹചര്യം പരിശോധിക്കുന്നതിനോടൊപ്പം ബാർ ഉടമകളിൽ നിന്നും വിശദ വിവരങ്ങളും മാണി വിഭാഗം ശേഖരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മാണിക്ക് പിന്നാലെ പലരും കുടുങ്ങുമെന്ന് എലഗൻസ് ബിനോയ്. മാണി, ഉമ്മൻചാണ്ടി, ചെന്നിത്തല, ബാബു, ശിവകുമാർ എന്നിവരുടെ ചിത്രം വെച്ച് ബിനോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്ന് ഞാൻ, നാളെ നീയൊക്കെ എന്നാണ് ബിനോയ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ബാർ കോഴക്കേസിലെ KM മാണിയുടെ രാജി സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമാകുമ്പോഴാണ് ബാർ ഉടമ എലഗൻ ബിനോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കോഴ ഇടപാടുകളിൽ മാണിക്ക് പിന്നാലെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കെ ബാബുവും VS ശിവകുമാറും കുടുങ്ങുമെന്ന സൂചനയുമായാണ് ബിനോയ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നു ഞാൻ, നാളെ നീയൊക്കെ എന്ന തലവാചകത്തിലാണ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാർ കോഴക്കേസിൽ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മുഖ്യമന്ത്രി അടക്കം കുടുങ്ങും എന്ന് ചിത്രങ്ങൾക്ക് അർത്ഥവ്യാപ്തിയുണ്ട്. സർക്കാരിന്റെ ബാർ നയം അട്ടിമറിക്കുന്നതിന് മാണിയെ കൂടാതെ മറ്റു മന്ത്രിമാർക്കും കോഴ നൽകിയതായി ബിനോയ് വെളിപ്പെടുത്തിയിരുന്നു. ബിനോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിരവധി കമന്റുകളുമുണ്ട്. മന്ത്രി കെ ബാബു തേനിയിൽ 200 ഏക്കർ സ്ഥലം വാങ്ങിയതടക്കമുള്ള ആരോപണങ്ങൾ പോസ്റ്റിൽ വന്ന കമന്റിലുണ്ട്. ന്യൂസ് ഡെസ്ക്. KM മാണി രാജിവെച്ചതിന് തൊട്ടുപിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി മാണി ഗ്രൂപ്പ് നേതാക്കൾ രംഗത്ത്. KM മാണിക്കെതിരെ നടന്ന ഗൂഢാലോചന പുറത്തുവരുമെന്ന് നേതാക്കൾ തുറന്നടിച്ചു. അതേസമയം PJ ജോസഫ് രാജിവെക്കാത്തത് മാണി ഗ്രൂപ്പിൽ പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ്. പാർട്ടി പിളർപ്പിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. KM മാണിക്കെതിരെ നടന്നത് ഗൂഢാലോചനയാണെന്നും മാണിയെ ഒറ്റപ്പെടുത്തിയെന്നുമുള്ള വികാരമാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത്. ഗൂഢാലോചന എന്തെന്ന് പറയേണ്ടപ്പോൾ പറയുമെന്നാണ് മുതിർന്ന നേതാവ് ജോസഫ് M പുതുശ്ശേരി വ്യക്തമാക്കിയത്. ഗൂഢാലോചനയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ബാർക്കോഴ പോലെയുള്ള ഒരു ആരോപണത്തിൽ ധനകാര്യമന്ത്രി KM മാണിക്ക് എന്താ പങ്ക്? ബാർ പുതുക്കുന്നത്, ലൈസൻസ് കൊടുക്കുന്നത് മാണി സാറല്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള മന്ത്രിസഭയുടെ മുമ്പിൽ വന്നാൽ കേരളത്തിലെ മറ്റെല്ലാ മന്ത്രിമാർക്കും ഉള്ളതുപോലെയുള്ള ഒരു റോളാണ് അദ്ദേഹത്തിനുള്ളത്. അതേസമയം ജോസഫ് ഗ്രൂപ്പിനെതിരെയും മാണി വിഭാഗത്തിൽ വികാരം ശക്തമാണ്. സ്ഥാനമാനങ്ങളല്ല, പാർട്ടിയാണ് വലുതെന്ന ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടന്റെ പ്രസ്താവന ജോസഫിനുള്ള പരോക്ഷമായ മറുപടി കൂടിയായി. മാണിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് താൻ രാജിവെച്ചപ്പോഴും ജോസഫ് രാജിവെക്കാത്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉണ്ണിയാടന്റെ കുത്ത്. രാജിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ഉണ്ണിയാടൻ വ്യക്തമാക്കി. ഗൂഢാലോചന എന്നുള്ളത് അല്ല, ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ ഈ കാര്യത്തിൽ മാണി സാറിനോട് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കുറേയൊക്കെ എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ഒരു അന്വേഷണ ഘട്ടത്തിൽ നിൽക്കുക. മാണിക്കൊപ്പം PJ ജോസഫ് രാജിവെക്കാത്തത് ഇരുവിഭാഗങ്ങൾക്കിടയിലുമുള്ള പരസ്പര വിശ്വാസം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, മുഖ്യമന്ത്രിയും കോൺഗ്രസും PJ ജോസഫിനെ കൂടുതൽ പിന്തുണ നൽകുന്നു എന്ന വികാരവും മാണി വിഭാഗത്തിൽ ശക്തമാണ്. നേരത്തെ തന്നെ പല കാര്യങ്ങളിലും ഇരുവിഭാഗങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇരുകൂട്ടർക്കും ഒന്നിച്ചു പോവുക എന്നത് തീർത്തും ദുഷ്കരമാകും. പാർട്ടി പിളരില്ലെന്ന ശുഭാപ്തി വിശ്വാസമാണ് PJ ജോസഫ് പ്രകടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൈരളി TVക്ക് അമേരിക്കയിൽ നിന്ന് പുതിയ വെബ്സൈറ്റ്. കൈരളി USA.com എന്ന വെബ്സൈറ്റ് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ്
നോർത്ത് അമേരിക്കയുടെ 6ാമത് കോൺഫറൻസിൽ ഉദ്ഘാടനം ചെയ്യും. വെബ്സൈറ്റിൽ കൈരളി, USA ന്യൂസ്, അമേരിക്കൻ ഫോക്കസ്, അമേരിക്കൻ കഫേ, ഡോക്ടർ റോയ് പി തോമസിന്റെ ഹെൽത്ത് ടിപ്സ് എന്നീ പരിപാടികൾ തത്സമയം പ്രേക്ഷകർക്ക് കാണാനാകും. അമേരിക്കയിലെ കോഡിയോ ടെക്നോളജി INC ആണ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തത്.